ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ മണിയയ്യരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ മണിയങ്കളെ, എന്തായി കാര്യങ്ങളൊക്കെ? വെങ്കടേശൻ എത്തിയിട്ടുണ്ട്, എൻ്റെ വെങ്കി ഇവിടെ ഉണ്ട്, ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടതും അങ്കിള് പഴയ കഥകളൊക്കെ പറഞ്ഞ് വെങ്കടേഷ് സാറിനെ അവിടെ പിടിച്ചിരുത്തണം. ഞാനൊരു മണിക്കൂർ കൊണ്ട് എത്താം. അതൊന്നും വേണ്ട ഗോവിന്ദേ, പതുക്കെ വന്നാൽ മതി. ഗോവിന്ദൻ്റെ തിരക്കൊക്കെ വെങ്കടേശന് അറിയാമല്ലോ, അതുകൊണ്ട് സാവധാനത്തിൽ വന്നാൽ മതി. എൻ്റെ വെങ്കി ഇവിടെ തന്നെ ഉണ്ടാവും. ശരി മണിയയ്യരെ എന്നും മണിയങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക. അപ്പോഴേക്കും ഗീതു ആരാ കണ്ണേട്ട വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെ, വിളിച്ചത് ഒരാൾ. എന്നാലേ നീ കാത്തിരിക്കുന്ന സർപ്രൈസിങ് എത്തിയിട്ടുണ്ട്. എന്തെന്നാ കണ്ണേട്ട? വെങ്കടേഷ് സാറ്. അത് കേട്ടതും സത്യമാണോ കണ്ണേട്ട? അതെ, നമ്മുടെ റിസോർട്ടിലുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അമ്മയോട് പോയി റെഡിയാകാൻ പറ. നമുക്ക് വെങ്കടേഷ് സാറിനെ കാണാൻ പോവാം. അത് മാത്രമല്ല, ഈ വിവരം അമ്മ അറിയരുത്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം. ചിലപ്പോൾ 2 പാട്ടുകാരും കൂടെ കാണുമ്പോൾ അങ്ങനെ പാട്ടിൻ്റെ പേരും പറഞ്ഞ് വഴക്കും അടിയൊക്കെ ആവും. അത് കലക്കി കണ്ണേട്ടാ. എന്നാൽ പിന്നെ നമുക്ക് അത് കണ്ട് ആസ്വദിക്കാം അല്ലേ കണ്ണേട്ടാ? അതെ, അതുകൊണ്ടേ അമ്മയോട് പറയരുത് എന്താ കാര്യമെന്ന്. നീ ചെന്ന് രഹസ്യമായിട്ട് അമ്മയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നുണ പറഞ്ഞ് അമ്മയെ ഒരുക്ക്. എന്നിട്ടേ നമുക്ക് ഒരുമിച്ച് പോവാം. ശരി കണ്ണേട്ടാ. എന്നാലും 2 പ്രശസ്ത ഗായകനും ഗായികയും കൂടെ ഇങ്ങനെ അടിയിടുന്നത് കാണാൻ നല്ല രസമായിരിക്കും. അതെ, അതുകൊണ്ട് ചെല്ല്. ഈ സമയം രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ സംസാരിക്കുക. അമ്മേ, എന്നാലും ധ്യാൻ എന്നെ കാണാൻ വരുന്നതിനുകൊണ്ട് എന്താ കുഴപ്പം? അവനൊന്നിങ്ങോട്ട് വന്നൂടെ? മോളെ, എന്ത് ചെയ്യാനാ? അവിടം വിട്ടേച്ച് വരാൻ പറഞ്ഞാൽ അവന് വരാൻ കഴിയില്ല. പിന്നെ ഇവിടെ വന്ന് ഗോവിന്ദ് എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാലോ? അവൻ്റെ ഒരു ഒടുക്കത്തെ അഭിമാനവും. അതുകൊണ്ട് എന്ത് ചെയ്യാനാ മോളെ? പറഞ്ഞിട്ട് കാര്യമില്ല. ധ്യാൻ അഭിമാനം കൊണ്ട് ജീവിക്കുന്നവനാ അമ്മേ. അതുകൊണ്ട് അവനോട് ഞാൻ പറയൊന്നുമില്ല ഏട്ടൻ്റെ കാല് പിടിക്കണമെന്നും ഏട്ടൻ്റെ കാശിൽ ജീവിക്കണമെന്നും. പിന്നെ അവനൊന്നും ഇവിടെ വന്ന് എന്നെ കണ്ടേച്ചു പോകുന്നുണ്ട്, എന്താ കുഴപ്പം? അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് ശരിയാ, അത് ഞാനും ചിന്തിക്കാതില്ല. എന്തായാലും അവനൊന്നും ഇവിടെ വന്ന് മോളെ കാണായിരുന്നു. എത്രയൊക്കെ ആയാലും അവൻ്റെ കുഞ്ഞ് മോളുടെ വയറ്റിൽ കിടക്കുമല്ലേ? അതെ അമ്മേ, അങ്ങനെയുള്ളപ്പോൾ അവൻ വരാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇങ്ങനെയൊന്നും അവൻ ചെയ്യാൻ പാടില്ലാത്തതാ. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അന്തസ്സും അഭിമാനം കൊണ്ട് അവന് വരാൻ തോന്നുന്നുണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീത് വരിക. അമ്മയൊന്ന് റെഡിയാവമ്മേ. എവിടെ പോകാനാ മോളെ? അതൊക്കെ പറയാം, അമ്മ റെഡിയാവ്. എന്തിനാന്ന് പറ. അതെ, കണ്ണേട്ടൻ അമ്മയെ AGM-ലേക്ക് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം. അമ്മ AGM ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് റെഡിയാവ്. അത് കേട്ടതും അതൊന്നും വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ റെഡിയായേ. AGM കണ്ടിട്ട് അമ്മ വന്നാൽ മതി. AGM അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടതാ. അതുകൊണ്ട് AGM-ഉം കണ്ണേട്ടൻ്റെ സംസ്ഥാനം ഒക്കെ ഒന്ന് നമുക്ക് കാണണ്ടേ? അത് കേട്ടതും ഒന്ന് പോടി അവിടുന്ന്, കളിയാക്കാതെ. ഇല്ലമ്മേ, അമ്മയോട് കണ്ണേട്ടനെ പറഞ്ഞത് റെഡിയാകാൻ. അമ്മയും കൊണ്ട് ഇന്ന് കമ്പനി പോകണമെന്ന് കണ്ണേട്ടന് ഒരേ ആഗ്രഹം. എന്നാൽ പിന്നെ റെഡിയാകമ്മേ, പെട്ടെന്ന് റെഡിയാകും. ഞാൻ വരുന്നില്ല മോളെ, എനിക്കതിൻ്റെ ഒന്നും ആഗ്രഹമില്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ നമ്മുടെ വിജയലക്ഷ്മി പറയുക. കണ്ണേട്ടൻ അമ്മയ്ക്ക് എന്തോ വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് കേട്ടത്. എന്ത് സർപ്രൈസ്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. അമ്മയ്ക്ക് നേരിട്ട് പറയൂ, നേരിട്ട് കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണോ? എന്നാലും എന്തായിരിക്കും മോളെ, ഒന്ന് ചോദിക്കേ. എനിക്കറിയില്ലമ്മേ, ഞാൻ ചോദിച്ചിട്ട് കണ്ണേട്ടൻ പറയണ്ടേ? അമ്മ പോയി ഇതാക്ക്, അമ്മയ്ക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ചെല്ലമ്മേ, ഏട്ടൻ എന്ത് സർപ്രൈസാണ് തരുന്നതെന്ന് നോക്കാമല്ലോ. അത് മാത്രമല്ല, അമ്മയ്ക്ക് അവകാശപ്പെട്ട AGM-ൽ അമ്മയും കൂടെ ചെന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവും തള്ളി പറഞ്ഞു വിടുക. രഞ്ജു, നമുക്ക് ഇവിടെ നിൽക്കാം, അമ്മ പോയി റെഡിയാവട്ടെ. ശരി ഗീതു. അങ്ങനെ വിജയലക്ഷ്മി റെഡിയാകാനായിട്ട് അകത്തേക്ക് പോവുക. എന്നാലും അവൻ എനിക്ക് എന്ത് സർപ്രൈസ് ആയിരിക്കും തരാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ രഞ്ജു, അതെ എന്താ സർപ്രൈസ് എന്നും ഗീതുവിനോട് ചോദിക്കുക. അതൊന്നും ഞാൻ പറയില്ല. എന്ത് സർപ്രൈസ് ആണെന്ന് പറ ഗീതു. സർപ്രൈസോ? അതെ, സർപ്രൈസ് അല്ലേ? അതെ, നീ ഇപ്പം അറിയണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങ് പോവുക. ഈ സമയം എന്നാലും അവൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി റെഡിയായിട്ട് ഹാളിലേക്ക് വരിക. ഹാളിലേക്ക് വന്നതും വരുണും രാധികയും കൂടെ അവിടെ നിൽക്കുക. അപ്പോൾ വരുൺ, ഭർത്താവ് മരിച്ച സ്ത്രീകളെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല എന്നും വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വരുൺ പറയുക. അത് കേട്ടതും വിജയലക്ഷ്മിക്ക് സങ്കടമായി. അപ്പോൾ വിജയലക്ഷ്മി വിട്ടുകൊടുത്തില്ല. കാരണം വിട്ടുകൊടുത്തു കഴിഞ്ഞാലും തല കുനിച്ച് നിന്നാലും തലയെ കയറിയുന്ന മുടി തിന്നും ചെവി തിന്നുന്ന ആൾക്കാരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മി, നിൻ്റെ അമ്മയുടെ ഒരേ ഒരു ഭർത്താവായ ഭാസ്കരൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും നിൻ്റെ അമ്മ ഇത്രയും മേക്കപ്പ് ഇട്ട് വേഷം കെട്ടി നടക്കുന്നത് അല്ലേ എന്നും. അത് കേട്ടതും
രാധികയും വരുണും ഞെട്ടി വടി കൊടുത്ത് അടി മേടിച്ച അവസ്ഥ എന്നെ തുറച്ചു നോക്കുക. ഹോ, എന്തിനാടാ ഇങ്ങനെ പറയാൻ പോയതെന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും രാധിക വിജയലക്ഷ്മിയോട് ചോദിക്കുക, നീ എങ്ങോട്ട് പോവുക എന്നും. ഓ, കണ്ണൻ ഒരേ ഒരു ആഗ്രഹം, എന്നെ AGM-ലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന്. അത് കേട്ടതും രാധിക ഞെട്ടി. AGM-ലേക്കോ? എന്തിന്? അപ്പോൾ നമ്മുടെ രേഖയും പ്രിയയും രഞ്ജും ഒക്കെ അങ്ങോട്ട് രേഖയും പ്രിയയും ഒക്കെ അങ്ങോട്ട് വരിക. കാഞ്ചനയും ഉണ്ട്. ആ, അതൊന്നും അറിയില്ല. അവനെനിക്ക് എന്തോ സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടത് പ്രിയ, ചിലപ്പോൾ അമ്മയെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇരുത്താനായിരിക്കും. അമ്മയും ഡയറക്ടർ ബോർഡിൽ അംഗമാവണം. ഈ കുടുംബത്തിലുള്ള ആളാ അമ്മ. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്കാണ് അതിന് കൂടുതൽ അധികാരം. അത് കേട്ടതും രാധിക ഞെട്ടി. അപ്പോൾ വിജയലക്ഷ്മി, ഇല്ല മോളെ, എനിക്കതൊന്നും ആവശ്യമില്ല. കാരണം എനിക്ക് നല്ലൊരു സംഗീതമുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്നവളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ഡയറക്ടർ ബോർഡിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മോളെ എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ രാധിക ഇങ്ങനെ തുറച്ചു നോക്കുക വിജയലക്ഷ്മി. അപ്പോൾ വരുൺ, ഓ, എൻ്റെ അമ്മയ്ക്ക് കഴിവൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? എന്നാലേ എൻ്റെ അമ്മ നല്ലൊരു നർത്തകി എന്നും വരുൺ. അത് കേട്ടതും വിജയലക്ഷ്മി, അതെനിക്കറിയാടാ, നിൻ്റെ അമ്മ പണ്ടേ ഒരാട്ടക്കാരിയായിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ ആടി എൻ്റെ കണ്ണനെ വരെ ഇവള് പറ്റിച്ചത്. അത് കേട്ടതും, എടി നീ എന്താടി പറഞ്ഞേ? ഞാനേ എൻ്റെ മോനോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ, എൻ്റെ കണ്ണനോടൊപ്പം. മാധവേട്ടൻ മരിച്ചപ്പോൾ മുതൽ എൻ്റെ കണ്ണന് താങ്ങും തണലുമായിട്ട് നിന്നതാ. നീ എന്താ ചെയ്തത്? നിൻ്റെ മോനെ ഇട്ടെറിഞ്ഞേച്ച് പോയി. അതിനുശേഷം നീ നിൻ്റെ മോനെ ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എൻ്റെ മോൻ്റെ കൂടെ ഞാൻ എന്ന് നിന്നിട്ടേ ഉള്ളൂ. സ്വന്തം മോനെ ഉപേക്ഷിച്ചിട്ട് വയറ്റത്തടിച്ച് തെരുവിൽ പാട്ടും പാടി നടക്കുന്ന നിൻ്റെ സ്വഭാവം എനിക്കില്ലടി. എനിക്ക് അങ്ങനെ എല്ലാം ഡാൻസ് കളിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായതുകൊണ്ട് ഞാനേ കണ്ടവൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോകാറില്ല. മതി, നിർത്ത് എന്നും പറഞ്ഞൊരു ശബ്ദം പുറകിൽ നിന്നും. ഗോവിന്ദായിരുന്നു അത്. തിരിഞ്ഞു നോക്കിയ രാധികയും വരുണും ഞെട്ടി, വിജയലക്ഷ്മിയും ഞെട്ടി. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ? നാവിന് എല്ലില്ല എന്ന് കരുതി എന്ത് തോന്നിയാസം വിളിച്ചു പറയാന്നാണോ രാധികാമ്മേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? അവസരം മുതലെടുത്ത് എന്നെ പണിയെടുപ്പിച്ച് നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നുമായിരുന്നു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എൻ്റെ അമ്മയുടെ പാട്ടുകൊണ്ട് ഉറപ്പായിട്ടും ആ സമയത്ത് നിങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ അമ്മയാണ് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി വയറ്റത്തടിച്ച് പാട്ട് പാടിയെങ്കിലും ഭിക്ഷ എടുത്താനായിരുന്നു എൻ്റെ അമ്മ. അതാ പെറ്റമ്മ. എന്നാൽ നിങ്ങളത് ചെയ്യോ? ഇല്ല. ഞാൻ എന്തെങ്കിലും കെട്ടിപ്പൊക്കി ഉയർത്തട്ടെ എന്ന് കരുതി 15-ാം വയസ്സിൽ കഷ്ടപ്പെട്ട എന്നോടൊപ്പം നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ മകനെ മാത്രം സ്നേഹിച്ചു. അപ്പോഴും നിങ്ങളുടെ മകനെയും ഇവളെയും ഒക്കെ സ്നേഹിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പട്ടിയെ പോലെ, കാവൽ പട്ടിയെ പോലെ. എന്നാൽ എൻ്റെ അമ്മയായിരുന്നെന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഏതറ്റം വരെ പോവുമെങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നാനായിരുന്നു. എൻ്റെ കഷ്ടതകളിലും വേദനകളിലും എനിക്ക് താങ്ങായും തണലായും എൻ്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു. അതാണ് പെറ്റമ്മ. എന്നാൽ നിങ്ങളത് ചെയ്തില്ല. പക്ഷേ നിങ്ങൾ കൂടെ നിന്നു. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൂടെ നിന്നത് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്നതെല്ലാം, ഞാൻ സമ്പാദിക്കുന്നതെല്ലാം സിമ്പതിയുടെ പേരിൽ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം. രാധികാമ്മേ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ അമ്മ 15-ാം വയസ്സിൽ എന്നെ ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നാറും. എന്നാൽ ഞാനത് പറയുകയും ചെയ്യും. എൻ്റെ അമ്മയെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യിച്ചു. എന്നെ കാണാൻ വന്ന എൻ്റെ അമ്മയെ നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും കൂടെ ചേർന്ന് ആട്ടിപ്പായിച്ചു. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നും വിജയലക്ഷ്മിയുടെ മുൻപിൽ വെച്ച് ഗോവിന്ദ് എല്ലാ സത്യങ്ങളും പറയുക. രാധികയും വിജയലക്ഷ്മിയും ഒരേപോലെ ഞെട്ടി നിൽക്കുക. ഒപ്പം ഗീതവും ചിതാഭസ്മത്തിൽ തൊട്ട് എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ഇടിയിച്ചിട്ട് അവസാനം എന്നെ തിരിഞ്ഞു പോലും നോക്കാൻ വരാതിരുന്നതാ എൻ്റെ അമ്മ. എന്തുകൊണ്ടാണ് അതെന്നൊക്കെയൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായല്ലോ? നിങ്ങളുടെ ദുഷ്ട മനസ്സുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വിജയലക്ഷ്മി അന്ന് നടന്ന കാര്യങ്ങൾ ഓർക്കുകയാണ്. വിറയ്ക്കുന്ന കൈകൾ ആ ചിതാഭസ്മത്തിൽ വെച്ചുകൊണ്ട് വിജയലക്ഷ്മി പറഞ്ഞു, ഇനി ഒരിക്കലും മാധവേട്ടൻ്റെ അവകാശം പറഞ്ഞ് താൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന്. അന്ന് നെഞ്ചു നീറുന്ന വേദനയായിരുന്നു, ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. ഈ അവസ്ഥയെല്ലാം മറികടന്ന് വിജയലക്ഷ്മി പൊട്ടിക്കരയുന്നത് കണ്ട് നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. അന്ന് എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടില്ലായിരുന്നു. ഇന്ന് ഇതിനേക്കാളും വലിയ ഉയരത്തിൽ ഞാൻ എത്തുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാമ്മേ എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കൈയും പിടിച്ച് ഗീതുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങി പോവുക. അപ്പോൾ പ്രിയ ചോദിക്കുക, എന്തൊക്കെയാ അമ്മ ഞാൻ ഈ കേൾക്കുന്നേ?
അവൾ തെറ്റ് ചെയ്തു. വിജയലക്ഷ്മി വലിയ തെറ്റ് ചെയ്തു. മാധവേട്ടൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്യുമ്പോൾ ഇത് ആരോടും പറയില്ല എന്നുള്ളൊരു സത്യം കൂടെ അവൾ ചെയ്തു തന്നായിരുന്നു. അവൾ മാധവേട്ടനെ ചതിച്ചു, മാധവേട്ടൻ്റെ ആത്മാവിനെ ചതിച്ചു. ഓഹോ, കരുതി ഗോവിന്ദേട്ടൻ കള്ളം പറയുമായിരിക്കുമെന്ന്. എന്നാലും അമ്മയുടെ വയറ്റിൽ വന്നാണല്ലോ ഞാൻ ജനിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ രേഖ, എന്നാലും രാധികാമ്മേ, നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരയാണെന്ന് ഞാനും ചിന്തിച്ചില്ല. എൻ്റെ അമ്മായിയമ്മയാണെന്ന് ഓർക്കുമ്പോൾ എനിക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നുക എന്നും പറഞ്ഞ് രേഖയും ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം നമ്മുടെ വരുണും രാധികയും അവിടെ ഒറ്റപ്പെട്ടു. എല്ലാവരും രണ്ടുപേരെയും നടു ഹോളിലിട്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം വിജയലക്ഷ്മിയെയും ഗീതുവിനെയുമാണ് കാണിക്കുന്നത്. അവർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ഈ കണ്ണേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്തിട്ടാണ് അമ്മ അറയ്ക്കലിൽ നിന്നും പടിയിറങ്ങിയതെന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വിജയലക്ഷ്മി, ഞാൻ ഈ രഹസ്യം ആരോടും പറഞ്ഞിട്ടില്ല. അത് ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരുപാട് അറിയാവുന്ന ഒരാളെ ഗോവിന്ദ് പരിചയപ്പെട്ടിട്ടുണ്ട്. അയാളിൽ നിന്നും ഗോവിന്ദ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു കാണുമോ? അങ്ങനെയെങ്കിൽ രഞ്ജുവിൻ്റെ ജന്മരഹസ്യവും രഞ്ജു ആരാണെന്നുള്ള രഹസ്യവും അയാൾ പറഞ്ഞിട്ടുണ്ടാവുമോ? ഈശ്വര, പാടില്ല, അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതു, കണ്ണേട്ടാ. എന്താ ഗീതു? അമ്മ അച്ഛൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്തു എന്ന് കണ്ണേട്ടൻ എങ്ങനെ അറിഞ്ഞു? കാലം പോകുന്ന പോക്കേ. അതെ, അമ്മ ഒരു രഹസ്യം മറച്ചു വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ അത്ര താമസമൊന്നുമില്ല ഗീതു. അത് ഞാൻ കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാം. അവിടെ ഞാൻ വലിയൊരു സർപ്രൈസ് അമ്മയ്ക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ മോനെ അത്? അതൊക്കെ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. പിന്നെ ചിതാഭസ്മത്തിൽ തൊട്ട കാര്യവും സത്യം ചെയ്ത കാര്യമൊക്കെ നിൻ്റെ അടുത്ത് തന്നെ ആളിരിക്കുമല്ലേ, നീ ചോദിച്ച് മനസ്സിലാക്കുക ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനോട് പറയാതെ കേട്ടതും ഗീതു വിജയലക്ഷ്മിയെ നോക്കുക. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അവർ റിസോർട്ടെത്തി ഇറങ്ങമ്മേ എന്നും പറയുക. അങ്ങനെ അവർ കാറിൽ നിന്നിറങ്ങിയതും അമ്മേ, ഇതാ നമ്മുടെ റിസോർട്ട് എന്നും ഗോവിന്ദ് പറയുക. അപ്പോൾ വിജയലക്ഷ്മി ചിരിക്കുക. ഈ സമയം മണിയയ്യർ വരിക. അപ്പോൾ ഗീതു, മണിയങ്കളെന്താ ഇവിടെ എന്നും ചോദിക്കുകയാണ്. അത് പിന്നെ അപ്പോൾ ഗോവിന്ദ്, അതെ, ഇവിടെ ഒരു VIP താമസിക്കുന്നുണ്ട്. ആ VIP മണിയയ്യറിൻ്റെ മസാലദോശ വേണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് മണിയയ്യർ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നതാ. ഓ ആണോ അമ്മേ? ഇതാ മണിയെ എനിക്ക് നേരത്തെ അറിയാം. സുഖമാണോ ലക്ഷ്മി എന്നും മണി ചോദിക്കുക. സുഖമാ മണിക്കോ? ആ, എനിക്ക് സുഖം. എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ലക്ഷ്മിയെ ഇവിടെ കാണാൻ പറ്റിയല്ലോ എന്നും നമ്മുടെ മണിയയ്യർ പറയുക. അത് കേട്ടതും ഗീതു വായം പൊളിച്ച് നിൽക്കുക. എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവാതെ വായം പൊളിച്ച് നിൽക്കുമായിരിക്കും അല്ലേ? എന്നാലേ ഈ മണിയയ്യരെ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല ഗീതു. അമ്മയുടെ കൂടെ പണ്ട് പാട്ട് കച്ചേരിയിൽ ഉണ്ടായിരുന്ന ആളാ. ഇത്രയും വലിയ സംഗീതജ്ഞനാണോ? അത്ര വലുതൊന്നും അല്ല. എൻ്റെ വിജയലക്ഷ്മി അമ്മയെ പോലെയുള്ള ഇതൊന്നുമില്ല. എന്തായാലും എനിക്ക് സന്തോഷമായി വിജയലക്ഷ്മി, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുക. എന്നാലേ ഞാൻ അന്ന് അകത്തേക്ക് ചെല്ലട്ടെ മണിയങ്കളെ. ശരി, വാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ കയ്യും പിടിച്ച് ഗോവിന്ദ് അകത്തേക്ക് ചെന്നു. അവിടെ നിന്ന് അകത്തേക്ക് കയറുന്ന ഓരോ നിമിഷവും വിജയലക്ഷ്മിയുടെ നെഞ്ചിടിപ്പ് കൂടുതലായിരുന്നു. എന്തായിരിക്കും ഗോവിന്ദ് അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ സർപ്രൈസ്? ഗോവിന്ദ് എങ്ങനെയായിരിക്കും സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മി പിന്നാലെ പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ വീണ വായിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും കാതുകളിലേക്ക് കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട സ്വരം, എവിടെയോ കേട്ട സ്വരം. അതെ, ഇത് തക്കലയിൽ വെച്ചുണ്ടായ അതേ ആ പാട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ്, ദേ ഇരിക്കുന്നു രഞ്ജുവിൻ്റെ അച്ഛൻ എന്നും പറയുക. അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ വെങ്കടേശൻ ഇരിക്കുന്നു. വെങ്കിയെ കണ്ടതും വിജയലക്ഷ്മിയുടെ ഞെട്ടി ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗീതവും സന്തോഷത്തോടെ ചിരിക്കുക. ഹായ് വെങ്കടേഷ് സാർ എന്നും പറഞ്ഞ്. ഈ സമയം എങ്ങനെയുണ്ട് എൻ്റെ കണ്ടുപിടുത്തം? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതല്ലേ രഞ്ജുവിൻ്റെ അച്ഛൻ എന്നും. അപ്പോൾ ഗീതു അന്തം വിട്ട് വിജയലക്ഷ്മിയെ നോക്കുക. അല്ലല്ലോ, രഞ്ജു അനാർക്കലിയുടെ മകളല്ലേ? അപ്പോൾ കണ്ണേട്ടൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് സത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. സാരമില്ല, ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിജയലക്ഷ്മി, അതേ മോനെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിൻ്റെ അച്ഛനെ നിന്നെ ഉപേക്ഷിച്ച് പോയത് വെങ്കിയും ഞാനുമായിട്ടുള്ള അടുപ്പം കാരണമാണ് എന്നും. അമ്മ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം.
എന്നാ അമ്മ പറയുന്നതൊക്കെ സത്യമാണോ വെങ്കിയങ്കളെ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം. ഇത് കേട്ടതും ഇരുന്നിടത്ത് നിന്നും വെങ്കടേഷ് എഴുന്നേറ്റതിന് ശേഷം ഇല്ല മോനെ, വിജയലക്ഷ്മി പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളം. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി, ഒപ്പം ഗീതുവിൻ ഞെട്ടി. വിജയലക്ഷ്മിയുടെ ഒറ്റ സുഹൃത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പരസ്പരം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. മാധവൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് ഓരോന്ന് പറഞ്ഞ് തന്നെ തൻ്റെ ഭർത്താവിനെ കാണാൻ പോലും അനുവദിക്കാതെ, തൻ്റെ മകനടുത്തേക്ക് പോലും അടുപ്പിക്കാതെ രാധിക ചെയ്ത എല്ലാ ക്രൂരതകളും, പിന്നെ രാധികയും മാധവൻ നായരുമായിട്ടുള്ള വഴിവിട്ട ബന്ധവും, രാധികയാണല്ലോ അതിന് കാരണമെന്നുള്ളതും ഒക്കെ വിജയലക്ഷ്മി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം, വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ നടന്ന എല്ലാം എന്നും വിജയലക്ഷ്മിയുടെ മുൻപിൽ വെച്ച് തന്നെ നമ്മുടെ വെങ്കടേഷ് രാമകൃഷ്ണൻ പറയാൻ തുടങ്ങുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു അടിപൊളി ശുഭദിനം തന്നെ.